ഹൈ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ തന്നെയാണ്. ബഹുമാനപ്പെട്ട കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ മനോഹരമായൊരു യാത്ര നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം, കേരള യാത്ര മനുഷ്യർക്കൊപ്പം എന്ന ആ ഒരു മുദ്രാവാക്യത്തോടു കൂടി ആ ഒരു യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു യാത്രയ്ക്കിടയിൽ കണ്ട ഒരു മനോഹരമായ കാഴ്ചയെക്കുറിച്ചാണ് ഇന്ന് എനിക്ക് നിങ്ങളുമായി ഷെയർ ചെയ്യാനുള്ളത്. കാരണം അംഗീകരിക്കേണ്ടവർ എന്നായാലും അംഗീകരിക്കും. ശത്രുക്കളൊക്കെ മിത്രങ്ങളാവുന്ന ഒരവസ്ഥ വരെ ഉസ്താദിൻ്റെ ഈ ഒരു യാത്രയിലും അതുപോലെ ഉസ്താദിൻ്റെ പ്രവർത്തനങ്ങളിലുമൊക്കെ അത് ഇടയായിട്ടുണ്ട്, അല്ലെങ്കിൽ അതിനൊരു കാരണമായിട്ടുണ്ട് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ ഒരുപാട് പ്രാവശ്യം ഞാൻ ഉസ്താദിനെ കുറിച്ച് വീഡിയോ ചെയ്യുന്നുണ്ട്. എത്രത്തോളം വീഡിയോ ചെയ്താലും അത്രത്തോളം മനോഹരമാക്കപ്പെടുന്ന വീഡിയോസാണ് ഓരോന്നും നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തിക്കുന്നത്. മനുഷ്യർക്കൊപ്പം എന്ന ഈ ഒരു പ്രമേയത്തോടുകൂടിയുള്ള ഈ ഒരു യാത്ര ഈ മാസം 9-ാം തീയതി നമ്മുടെ ഒറ്റപ്പാലത്ത് വരുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ ഒരു അവസരം മാക്സിമം ഉസ്താദിനെ കാണാനായിട്ട് ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. ഞാൻ അങ്ങ് ദൂരെ നിന്ന് കണ്ടാലും എൻ്റെ മകനെ ഒന്ന് അടുത്ത് നിന്നൊന്ന് കാണണമെന്നുള്ള ആഗ്രഹം എനിക്കുണ്ട്. അത്യാഗ്രഹമൊക്കെയാണ്, എന്നാലും നമ്മൾക്കൊന്ന് ആഗ്രഹിക്കാമല്ലോ. അതൊന്നും നടക്കാൻ പോകുന്നില്ല. എന്നാൽ കൂടെ ഞാൻ പ്രാർത്ഥിക്കുന്നു, ഉസ്താദിൻ്റെ അടുക്കിൽ നിന്ന് എൻ്റെ മോനൊരു അനുഗ്രഹം കിട്ടുകയാണെങ്കിൽ അതെന്തുമാത്രം വലിയൊരു കാര്യമായിരിക്കും എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു കാര്യം തന്നെയാണ്. കാരണം ഞാൻ അങ്ങ് ദൂരെ നിന്ന് കണ്ട ഉസ്താദിനെ അത്ര മതി, എനിക്ക് അത്രയും മതി. അദ്ദേഹത്തിൻ്റെ അനുഗ്രഹവും പ്രാർത്ഥനയും ഒക്കെ എനിക്കുണ്ടായാൽ മതി. അപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾ എപ്പോഴും എല്ലാം നടക്കണമെന്നില്ലല്ലോ. എന്തായാലും 9-ാം തീയതി ഞാൻ എന്തായാലും ആ ഒരു പരിസരത്തൊക്കെ ഉണ്ടാവും. അപ്പോൾ പെട്ടെന്ന് ഫീലായതാണ്, കുഴപ്പമില്ല. അപ്പോൾ ഞാൻ കാര്യത്തിലേക്ക് കിടക്കാം. ഞാൻ പറഞ്ഞു വന്നത്, ഈ ഒരു യാത്രയ്ക്കിടയിൽ വളപട്ടണം എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് തോന്നുന്നു. ഇനി സ്ഥലം മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. യാത്രയ്ക്കിടയിൽ ആ ഒരു വേദിയിലേക്ക്, കേരള യാത്രേൻ്റെ ആ ഒരു വഴിയിലരികിൽ അല്ലെങ്കിൽ ആ ഒരു വേദിയിലേക്ക് വരുന്ന സമയത്ത്, ഉസ്താദ് വരുന്ന സമയത്ത് മുസ്ലിം ലീഗ് അവരുടെ ആ ഒരു പതാക ഉയർത്തിയിട്ട് അദ്ദേഹത്തെ വരവേൽക്കുന്ന കാഴ്ചയാണ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്കറിയാം, AP വിഭാഗം സമസ്തക്കാരും മുസ്ലിം ലീഗും തമ്മിൽ കുറച്ച് അഭിപ്രായ വ്യത്യാസങ്ങളും ആശയ വ്യത്യാസങ്ങളും രാഷ്ട്രീയ വ്യത്യാസങ്ങളും ഒക്കെ ഉള്ള ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും പൊതുവായിട്ട് അറിയാം. പക്ഷേ AP ഉസ്താദിൻ്റെ ഈ ഒരു കേരള യാത്രയിൽ മാറ്റി നിർത്താതെ, അല്ലെങ്കിൽ ആ ഉസ്താദിൻ്റെ ആ ഒരു യാത്രയെ ഒരു കേടുവരുത്തുന്ന രീതിയിൽ, അല്ലെങ്കിൽ ആ യാത്രയെ ഇല്ലായ്മ ചെയ്യാനുള്ള പ്രവർത്തനങ്ങളൊന്നുമല്ല മുസ്ലിം ലീഗ് അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നത്. മുസ്ലിം ലീഗിലെ ആളുകളോട് എനിക്ക് ഹൃദയത്തിൽ നിന്നുകൊണ്ട് തന്നെ 1000 നന്ദി ഞാൻ ഈ ഒരു അവസരത്തിൽ അറിയിക്കുന്നു. കാരണം അംഗീകരിക്കേണ്ടവർ അംഗീകരിക്കുമ്പോൾ അത് കാണുന്ന കാഴ്ചക്കാർക്ക് മനസ്സിനും കണ്ണിനും ഒരു കുളിർമ തന്നെയാണ്. എന്തായാലും ആ കാഴ്ച ഒന്ന് നമുക്കിവിടെ കാണാം. എന്തായാലും മുസ്ലിം ലീഗ് പ്രവർത്തകര് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിനെ അഭിവാദ്യം ചെയ്ത ഈ ഒരു കാഴ്ച കാണുമ്പോൾ തന്നെ നമുക്കൊരു മനസ്സിനും കണ്ണിനും കുളിർമയേകാന്ന് പറയില്ലേ, അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടാണ്. അപ്പം തന്നെ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചാണ്. പക്ഷേ ചില സാഹചര്യങ്ങൾ കൊണ്ട് എനിക്ക് വീഡിയോ ചെയ്യാൻ കഴിഞ്ഞില്ല. വൈകിയാലും നമ്മൾ കണ്ട കാഴ്ചകൾ, നല്ല കാര്യങ്ങൾ കണ്ടാലും നമ്മളെപ്പോഴും അത് എത്ര വൈകിയാലും നമ്മളത് സമൂഹത്തിനോട് വിളിച്ചു പറയണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം കേട്ടോ. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഞാനിപ്പോൾ ഇങ്ങനെ AP ഉസ്താദിനെ കുറിച്ചിട്ട് കുറേ വീഡിയോസ് ചെയ്യുന്ന ഒരാളാണ്. അല്ലെങ്കിൽ AP ഉസ്താദിൻ്റെ നന്മകളെക്കുറിച്ചും ഒരുപാട് കാര്യങ്ങൾ ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പം തന്നെ ചില ആളുകൾ പറയും, നീ AP-ക്കാരി തന്നെയല്ലേ, അതുകൊണ്ട് നീ ഇങ്ങനെയൊക്കെ വീഡിയോ ചെയ്യുള്ളൂ, നീ ഇങ്ങനെയൊക്കെ പറയുള്ളൂ എന്ന് പറയും. ഞാൻ AP ഉസ്താദിൻ്റെ പ്രവർത്തനത്തെയും അദ്ദേഹത്തിൻ്റെ ആ ഒരു കാരുണ്യത്തെയും ഒരുപാട് യതീം മക്കൾക്ക് വേണ്ടിയുള്ള അദ്ദേഹത്തിൻ്റെ പോരാട്ടത്തെയും ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നു, മാനിക്കുന്നു. അപ്പോൾ അദ്ദേഹം ചെയ്യുന്ന ഓരോ പ്രവർത്തികളും അദ്ദേഹത്തെ ഉയരത്തിലെത്തിച്ചിട്ടേ ഉള്ളൂ. ഒരുപാട് വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയ ഒരു മനുഷ്യനാണ് അദ്ദേഹം. 94 വയസ്സിലും അദ്ദേഹം ഇങ്ങനെയൊരു കേരള യാത്ര നടത്തുന്നുണ്ടെങ്കിൽ നമ്മുടെയൊക്കെ പ്രാർത്ഥന, ആരുടെ പ്രാർത്ഥനയാണ് ദൈവം കേൾക്കുക എന്നറിയില്ല. നമ്മുടെയൊക്കെ പ്രാർത്ഥനയിൽ ആരുടെ
ആരുടെയെങ്കിലും ഒരാളുടെ പ്രാർത്ഥന കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ഇത്രയും ആരോഗ്യത്തോടു കൂടി മനസ്സിനും ശരീരത്തിനും മടുപ്പില്ലാതെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും അത് തളർത്താതെ അദ്ദേഹത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്തായാലും ഇനിയും നമ്മുടെയൊക്കെ മുന്നിൽ ഇങ്ങനെ എന്താ പറയുക, അടിപതറാതെ ശരീരം തളരാതെ അദ്ദേഹത്തിന് തലയെടുപ്പോടുകൂടി ഇതുപോലെ മുന്നോട്ട് പോകാനായിട്ടുള്ള ആരോഗ്യം ദൈവം കൊടുക്കട്ടെ എന്ന് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കേണ്ടത് അനിവാര്യം തന്നെയാണ്. കാരണം അദ്ദേഹത്തിന് വേണ്ടി ഈ ഉള്ളവളടക്കം ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ നിറവേറാനായിട്ട് അദ്ദേഹത്തിന് ആയുസ് കൊടുത്തു തന്നെ ആവണം. ഇനി എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ചാനലിൽ എന്നും പോസിറ്റീവായ കാര്യങ്ങൾ മാത്രമേ വീഡിയോ ചെയ്യുള്ളൂ. കാരണം നമ്മുടെ വീഡിയോ കണ്ടിട്ട് മറ്റുള്ളവർ പോസിറ്റീവായിട്ട് അവരുടെ ഒരു ദിവസം മാറുകയാണെങ്കിൽ അതാണല്ലോ ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത്. നെഗറ്റീവായി തെറി വിളിച്ചുകൊണ്ടും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടും അങ്ങനെയുള്ള വീഡിയോസ് ചെയ്യാൻ എനിക്ക് തീരെ താല്പര്യമില്ല. കാരണം നമ്മളെ ഒന്നാമത് ടെൻഷൻ അടിച്ച് നടക്കുന്ന സമയത്ത് നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ നമ്മുടെ മനസ്സിനും കണ്ണിനും അല്ലെങ്കിൽ കാതിനും ഒക്കെ കേൾക്കാനും കാണാനും ആസ്വദിക്കാനുള്ള കുളിർമയേകിയ നല്ല നല്ല കാര്യങ്ങൾ നമുക്ക് നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുമ്പോൾ അതിൽ കിട്ടുന്നൊരു സന്തോഷം, അത് മതി എനിക്ക്. അപ്പോൾ എന്തായാലും ഉസ്താദിന് വേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക. അപ്പം മറക്കണ്ട, 9-ാം തീയതി ഞാനും ഉണ്ടാവും അവിടെ. എന്ന് വിചാരിച്ചാൽ ഞാൻ വലിയ സെലിബ്രിറ്റിയോ കാര്യങ്ങളൊന്നും അല്ല. ഞാനൊരു സൈഡിൽ എവിടെയെങ്കിലുമൊക്കെ കാണാൻ അറിയാത്ത നിന്ന് ഞാൻ വീഡിയോ എടുക്കുകയും അദ്ദേഹത്തിന് ഒരു നോക്ക് കാണുകയൊക്കെ ചെയ്യും. ആ ഒരു അവസരത്തിൽ എൻ്റെ മകനൊരു ചെറിയൊരു അവസരം കിട്ടുകയാണെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇനി കിട്ടാനുള്ള ഇത് എന്താ പറയുക, ഇങ്ങനൊരു അവസ്ഥ അല്ലെങ്കിൽ ഇങ്ങനൊരു അവസരം കിട്ടിയാൽ വളരെ 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 സന്തോഷം തന്നെയായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനിയിപ്പോൾ അടുത്തു നിന്ന് കണ്ടില്ലെങ്കിലും അത് മനോഹരമായ ഒരു കാഴ്ചയും മനോഹരമായ ഒരു ദിവസവും തന്നെയായിരിക്കട്ടെ എനിക്കത്. എന്തായാലും എൻ്റെ ഒരു ആഗ്രഹം ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ആക്കുന്നു. നന്ദി, നമസ്കാരം.